യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ നേരത്തെ തന്നെ ചിന്തിക്കാൻ തുടങ്ങിയ ഒരു പ്രധാനപ്പെട്ട ചിന്താ വിഷയം ഉണ്ടായിരുന്നു. ഈ ഭൂമിയിൽ നമുക്ക് എപ്രകാരം ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ സാധിക്കും, അതുമായിട്ടുള്ള ചിന്തകളാണ് നമ്മൾ കഴിഞ്ഞ ഏറെ നാളുകളായി, എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു വർഷത്തോളമായി നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ തന്നെ വളരെ വ്യത്യസ്തങ്ങളായ ആത്മീക ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ ആത്മീയ കൂട്ടായ്മയെക്കുറിച്ചാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മളുടെ കൂട്ടായ്മ, നമ്മൾ എല്ലാവരും തന്നെ ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്നതായ പ്രയോജനങ്ങൾ, ബെനഫിറ്റ്സ്, അതേ ആ ഒരു അനുഗ്രഹങ്ങൾ ഒരുമിച്ച് പങ്കിടുന്നു എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട അന്തസത്ത എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കാൻ തുടങ്ങിയത് പ്രാർത്ഥന കൂട്ടായ്മയെക്കുറിച്ചാണ്. പ്രാർത്ഥന കൂട്ടായ്മ ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചല്ലോ, ആദിമസഭ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വളരെ ഉദാത്തമായ മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ചില വേദഭാഗങ്ങൾ വായിക്കുക വഴി നമുക്ക് ആദിമസഭ എപ്രകാരം അവർ പ്രാർത്ഥന കൂട്ടായ്മയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് നമ്മൾ ആദ്യമായി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. 1:14 കടന്നു വരാം. ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇവിടെ കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി തന്റെ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ എന്നോട് കേട്ട പിതാവിന്റെ ആ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്നുള്ളത്. അവർ കാത്തിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവർ കാത്തിരുന്നപ്പോൾ അവർ എന്തു ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് 1:14 നമ്മൾ വായിക്കുന്നത്. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അതായത് ദൈവം നമുക്ക് നൽകുന്നതായ വാഗ്ദത്തങ്ങളെ നമ്മൾ ഒരുമിച്ച് അനുഭവിക്കുവാൻ നമുക്ക് ഒരുമിച്ചുള്ള പ്രാർത്ഥന വളരെ ആവശ്യമാണ്. ദൈവം നമുക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ കൈവശമാക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ വാങ്ങിയെടുക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് കർത്താവ് യേശുക്രിസ്തു തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞതായ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ തുറക്കപ്പെടും. നോക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. ദൈവം നമുക്ക് അനുഗ്രഹം നൽകുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിലെല്ലാം തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യേശുക്രിസ്തു ഇവിടെ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ വരവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവരെ നിയോഗിക്കുന്നതിനെ കുറിച്ചാണ്. പക്ഷേ ആ നിയോഗം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ വെറുതെ ഇരുന്നാൽ പോരാ, നിങ്ങൾ കാത്തിരിക്കണം. കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതുപോലെ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്താ അവർ പ്രാർത്ഥിച്ചത്? ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ അവരുടെ ശരീരത്തിൽ പ്രാപിക്കാനുള്ളതായ അതേ വിശുദ്ധിയിലേക്കുള്ള ഒരുക്കവും അത് പ്രാപിക്കാനുള്ള തയ്യാറെടുപ്പും ആയിരുന്നു അവരുടെ പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതം വ്യത്യസ്തപ്പെടുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഞാൻ പലതവണ നമ്മുടെ പ്രഭാത വചന ധ്യാനത്തിലും പറഞ്ഞൊരു കാര്യമാണ്, പ്രാർത്ഥന എന്നത് കേവലം നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതോ അല്ല നമ്മുടെ ആവശ്യങ്ങൾ പറയുകയോ എന്നുള്ളത് മാത്രമല്ല. പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മെ ഒരുക്കിയെടുക്കുന്നു. പ്രാർത്ഥനയിലൂടെ നമ്മുടെ സ്വഭാവത്തെ ദൈവം വ്യത്യസ്തപ്പെടുത്തുന്നു. പ്രാർത്ഥനയിലൂടെ നമ്മുടെ പ്രയോറിറ്റികളെ, നമ്മുടെ മുൻഗണനകളെ കർത്താവ് മാറ്റി അത് ദൈവരാജ്യത്തിന്, കർത്താവിന്റെ നാമത്തിന് ഇണങ്ങുന്നതാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെയും ഈ ദൈവജനം അല്ലെങ്കിൽ ശിഷ്യന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ യെരൂശലേമിൽ കാത്തിരുന്നപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ സംഭവിക്കാനിടയായിത്തീർന്നു. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്തുവാ? നമ്മുടെ പ്രാർത്ഥന ഏതാണ്ട് ഒരു 5 മിനിറ്റ് പെട്ടെന്ന് പ്രാർത്ഥിക്കുക, പെട്ടെന്ന് വിടുതലുണ്ടാവുക. ഇന്ന് അതിനാണ് ആളുകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വിടുതലുകൾ അവർ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ശുശ്രൂഷിക്കുന്ന ചില ആളുകളെ പ്രസാദിപ്പിക്കുവാൻ, യേസ് നിങ്ങളെ കർത്താവ് വിടിവിച്ചു എന്ന് പറഞ്ഞ് അവരെ വല്ലാത്ത മോഹവലയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് തോന്നിയതുപോലെ പ്രാർത്ഥിക്കാനുള്ളതല്ല.
പ്രാർത്ഥന എന്നുള്ളത് നാമും ദൈവവും തമ്മിലുള്ള കാര്യം മാത്രമാണ്. അതിൽ മനുഷ്യർക്ക് തമ്മിലുള്ള ഇടപാടുകളില്ല. അത് ഒരു കുടുംബമാണെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ഒരു സഭയാണെങ്കിൽ ദൈവവുമായിട്ടായിരിക്കും കാര്യം, അതേപോലെ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ദൈവത്തോടായിരിക്കും കാര്യം. അതാണ് പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു, പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ധാരാളം കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് അധികം പഠിപ്പിക്കേണ്ട, പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളൊക്കെ ഈ വചനശത്തിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നന്നായി പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ആദ്യ പിതാക്കന്മാർ പ്രാർത്ഥിച്ചത്, എങ്ങനെയാണ് ആദിമ സഭ പ്രാർത്ഥിച്ചത്, ഈ പ്രാർത്ഥനകളിൽ കൂടെ എല്ലാം തന്നെ നമുക്ക് ധാരാളമായിട്ടുള്ള ആത്മീക വിവരങ്ങൾ ലഭിക്കാനിടയായി തീരും. നോക്കുക, ഇവിടെ വളരെ വ്യക്തമായി യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം. അവർ അതിനുവേണ്ടി കാത്തിരുന്നു. എന്താ സംഭവിച്ചത്? ആ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വരുവാൻ തക്കോണം ഇടയായി തീർന്നു. അത് നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പക്ഷേ നമ്മൾ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം. ദൈവം നമ്മളോട് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുന്നുവോ അതുപോലെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥനയുടെ റിസൾട്ടുകൾ കാണാൻ കഴിയത്തുള്ളൂ. ആദിമസഭ കേവലം പ്രാർത്ഥിക്കുന്നവർ മാത്രമായിരുന്നില്ല, ആ പ്രാർത്ഥനയുടെ മറുപടി അനുഭവിക്കുന്നവരും ആ മറുപടികളെ തങ്ങളുടെ ജീവിതത്തിലും തങ്ങൾ ആയിരിക്കുന്നതായ ദേശത്ത് അവരുടെ സാക്ഷീകരണത്തിലൂടെ നടപ്പിലാക്കുന്നവരുമായ ആളുകളായിരുന്നു. ദൈവം നമ്മെക്കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രാർത്ഥനയുടെ മറുപടികളെ കൊണ്ടുവരുന്നവരും അതേപോലെ തന്നെ ലഭിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടികളെ നമ്മൾ നടപ്പിലാക്കുന്നവരും ആയിത്തീരണം എന്നുള്ളത്. ഈ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്തിന്റെ അനുഭവം കാണുവാൻ കഴിയുന്നത്. പെന്തക്കോസ്തിന്റെ അനുഭവം എന്ന് പറയുന്നത്, പെന്തക്കോസ്ത് നാളിൽ ദൈവം ഒരു പ്രത്യേക രീതിയിൽ ജനത്തിന് കൊടുത്തതായ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു അഭിഷേകമായിരുന്നു. അത് പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയില്ലാതെ ഒരു പെന്തക്കോസ്ത് ഉണ്ടാവുകയില്ല. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീക അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ there should be a life of prayer. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഒരു ജീവിതം ആവശ്യമാണ്. അതേപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം ആദിമസഭയുടെ പശ്ചാത്തലത്തിലുണ്ടായിരുന്നു. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കാനാണ്. പലരും ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഒഴിവാക്കാറുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ചിടേണ്ട കാര്യം, നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ദൈവത്തോട് അറിയിക്കുക, അല്ലെങ്കിൽ ദൈവം നമ്മളുടെ കാര്യങ്ങൾ അറിയുന്നല്ലോ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പക്ഷെ ദൈവം തന്നെ ജനത്തോട് ആവശ്യപ്പെടുന്നു നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനമായിട്ട് ഞാൻ കാണുന്ന ഒരു പ്രത്യേക വാക്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഉദ്ധരിച്ചതുമാണ്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ യേശു നമ്മുടെ നടുവിലുണ്ട്. നാമും യേശുവും തമ്മിലുള്ള സംഭാഷണവും ആ സംഭാഷണത്തിലൂടെ ദൈവം നമ്മെ ഒരുക്കിയെടുക്കുന്നതുമായ ചില അനുഭവങ്ങളിലാണ് ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫലം എന്ന് പറയുന്നത്. അതേ നമ്മുടെ ജീവിതത്തിലും അത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കണം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും തന്നെ ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. അത് സഭയായി നമ്മൾ ഒരുമിച്ച് കൂടുന്നതും അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ചുകൂടി, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഒരുക്കമുള്ളതായ മനസ്സുള്ളതായ ആളുകളെ കൂട്ടി ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും. കേവലം ഒരു ചടങ്ങ് തീർക്കുന്നതല്ല, മറിച്ച് പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ. അതേ ആദിമസഭയുടെ പ്രാർത്ഥന എങ്ങനായിരുന്നു? പത്രോസിന് വേണ്ടി ജനം പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രത്യേക ഉദ്ദേശം, അതും തങ്ങളുടെ ദൈവദാസൻ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം, മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമെന്ന് വളരെ ശ്രദ്ധയോടുകൂടെ അവർ പ്രാർത്ഥിച്ചു. അതാണ് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ഹിതം എന്താണ് എന്നുള്ളത്. ദൈവത്തിന്റെ ഹിതത്തിന്റെ പ്രത്യേകത ദോഷമില്ലാത്തതായ ഇഷ്ടങ്ങൾ. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ദോഷമുള്ളതാണ്, പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടങ്ങളിൽ ദോഷമില്ല. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നടപ്പിലാകുന്നതും ആ ഇഷ്ടങ്ങളെ അട്ടിമറിക്കുവാനോ ഇല്ലാതാക്കുവാനോ ഒരു ശക്തിക്ക് കഴിയത്തില്ല.
നമുക്കെല്ലാവർക്കും അറിയാം, അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം അറിയുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ പലർക്കും ദൈവത്തിന്റെ ഇഷ്ടം അറിയുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസം പോലെ, അതായത് ഒരിക്കലും നടക്കാത്ത കാര്യം പോലെ അവർക്ക് തോന്നാറുണ്ട്. പക്ഷെ ആദിമസഭ എന്ത് ചെയ്തു? അവർ ദൈവത്തിന്റെ ഇഷ്ടം അറിയുവാൻ അവർ ദൈവസ്ഥാനത്തിൽ കാത്തിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളും ദൈവ ഇഷ്ടം അറിയുവാൻ നമ്മൾ ദൈവസ്ഥാനത്തിൽ കാത്തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥനയിൽ ദൈവത്തിന് ഇഷ്ടം ചോദിക്കാറുണ്ട്. പക്ഷേ പലരും പറയുന്ന കാര്യമാണ്, ദൈവം എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചു. എനിക്ക് നാളെ ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ജീവിതത്തിൽ ആരംഭിക്കുക. പക്ഷേ അത് ദൈവഹിതമാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ ഹിതം എന്താണ്? നീ എന്നോട് പറയണം. പക്ഷെ ദൈവം എന്നോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് അവസാനമായി ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ എന്നോട് സംസാരിക്കുന്നില്ല എങ്കിൽ നിന്റെ ഹിതമെന്ന് കണ്ടുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ കടന്നു പോവുകയാണ്. ഞാൻ അടുത്ത ദിവസം രാവിലെ തന്നെ എനിക്ക് ആദ്യം ലഭിക്കുന്ന ട്രെയിനിൽ തന്നെ ഞാൻ യാത്ര ചെയ്തു മുന്നോട്ട് പോയി. പക്ഷേ ഞാൻ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നതായ ആ ഒരു സ്ഥാപനത്തിൽ ചെന്ന് ഏതാനും 1-2 ആഴ്ചകൾക്കുള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വളരെ വ്യക്തമായി സംസാരിക്കാനിടയായി തീർന്നു. എന്നോട് കർത്താവ് പറഞ്ഞു, നീ 2 വർഷം മാത്രമേ ഇവിടെ കാണുകയുള്ളൂ. 2 വർഷം കഴിഞ്ഞ് നീ ഇവിടെ നിന്ന് മാറേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ എന്നോടുകൂടെ സഹശുശ്രൂഷ ചെയ്യുന്ന ആളുകളുടെ ഇപ്രകാരം പറഞ്ഞു, ഞാൻ 2 വർഷം മാത്രമേ ഇവിടെ കാണുകയുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ലില്ല, താങ്കൾ ഇവിടെ ഈ സ്ഥാപനം എത്രത്തോളം കാലം ഉണ്ടോ അത്രത്തോളം ഉണ്ടാകും, കാരണം അത്രയും ആളുകൾക്ക് താങ്കളോട് താല്പര്യമാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒന്നുകിൽ 2 വർഷത്തിനുള്ളിൽ ഞാൻ ഇവിടെ നിന്ന് മാറും, അല്ലെങ്കിൽ ഈ സ്ഥാപനം നിന്നു പോകുമെന്ന് പറയാനിടയായി തീർന്നു. അതേപോലെ തന്നെ സംഭവിച്ചു. ഞാൻ മാറിയില്ല, പക്ഷേ സ്ഥാപനം ഈ 2ാമത്തെ കൊല്ലം അവിടെ നിൽക്കാനിടയായി തീർന്നു. അപ്പോൾ എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി ദൈവത്തിന്റെ ഹിതം എന്താണെന്നുള്ളത്. നമ്മൾ പ്രാർത്ഥനയുടെ അവസാനം പലപ്പോഴും പ്രതീക്ഷിക്കാറുണ്ടെങ്കിലും ദൈവം സൈലന്റാന്ന് കാണുമ്പോഴും നമ്മൾ ആ വിഷയത്തിൽ ദൈവഹിതത്തിന് വേണ്ടി പിന്നെയും നമ്മൾ കാത്തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനർത്ഥം നമ്മൾ ഇന്നാക്റ്റീവ് ആയിരിക്കണം എന്നല്ല. ഞാൻ ഇന്നാക്റ്റീവ് ആയിരുന്നില്ല. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ തന്നെ ഞാനൊരു പുതിയ ഉദ്യമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. പക്ഷെ അവിടെ വെച്ച് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നുള്ളത്. പലപ്പോഴും നമ്മൾ ആൻസർ ലഭിക്കാത്തപ്പോൾ, മറുപടി ലഭിക്കാത്തപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം എന്നോട് ഒരു കാര്യത്തിൽ സഹകരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി ഒരു കാര്യത്തിൽ ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളുടെ ഹൃദയത്തിലെ ആഗ്രഹം നമ്മൾ ദൈവത്തോട് പറയുന്നു. പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് മറുപടി തന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പ്രാർത്ഥന നിർത്തരുത്. നമ്മൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം അനുസരിച്ച് മുന്നോട്ട് പോവുക. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് കേൾക്കുവാൻ നാം സമയമെടുക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ്. എല്ലാവർക്കും അവരുടെ അനുഭവത്തിൽ ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. പക്ഷേ ഞാനിത് നിങ്ങളോട് പറയുന്നത്, ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഓരോരുത്തരോടും വളരെ വ്യക്തിപരമായിട്ടാണ് ഇടപെടുന്നത്. ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ്. എന്നോട് ഇടപെടുന്ന പോലെ ആയിരിക്കത്തില്ല നിങ്ങളോട് ഇടപെടുന്നത്. അത് പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ്. ഒരു വ്യക്തിയെ തന്നെ ഓരോരുത്തരും അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോടുള്ള സൗഹൃദത്തിൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ്. നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇടപെടുന്നത്, അതിനനുസരിച്ചാണ് ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും. നമ്മൾ ദൈവത്തോട് എങ്ങനെ ഇടപെടുന്നു, നമ്മൾ ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയാണ്, അതിനനുസരിച്ചാണ് ദൈവം നമ്മളോട് ഇടപെടുന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയുടെ വിഷയത്തിലും. പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തോട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നമ്മൾ ചോദിച്ചു. പക്ഷേ നമുക്ക് വ്യക്തമായൊരു മറുപടി കിട്ടാത്തപ്പോഴും നമ്മൾ ദൈവഹിതത്തിന് വേണ്ടി പിന്നെയും തുറന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കേണ്ടതും, അതേപോലെ തന്നെ ദൈവശബ്ദം കേൾക്കുവാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടതും വളരെ ആവശ്യമാണ്. നമ്മൾ ഇവിടെ അപ്പോസ്തലപ്രവൃത്തിനെ വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 21:4 അവർ പൗലോസിനോട് യെരുശലേമിൽ പോകരുതെന്ന് ആത്മാവിനാൽ പറഞ്ഞു. നോക്കണേ, പൗലോസിനോട്, അത്രയും ദർശനം കാണുന്ന പൗലോസ്, വെളിപ്പാടുകൾ ധാരാളമുള്ള പൗലോസിനോട് അവിടെയുള്ള ആളുകൾ, സോരിലുള്ള ആളുകൾ പറയുന്നു, നീ യെരുശലേമിലേക്ക് പോകരുത് എന്ന ആത്മാവിൽ പറഞ്ഞു. അതിനർത്ഥം അവർ പ്രാർത്ഥിച്ച ശേഷം അവർക്ക് ലഭിച്ച റെവലേഷനാണ് പൗലോസ് യെരുശലേമിൽ പോകരുതെന്ന് പറയുവാൻ അവരെ പ്രേരിപ്പിച്ചത്. അതിനർത്ഥം ദൈവത്തിൽ നിന്നും അവർക്ക് ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ചുള്ള ഡിസൈൻമെന്റ്, ആ വിവേചനം അവർക്ക് ലഭിക്കാൻ ഇടയായതുകൊണ്ടാണ്
അവർ പൗലോസിനോട് അത് സംസാരിക്കാനിടയായി തീർന്നത്. അതെങ്ങനെയാണ്? അത് പ്രാർത്ഥനയിലൂടെയാണ് വെളിപ്പെടുന്നത്. അടുത്ത ദിവസങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ കൂടി ഇത് സംബന്ധിച്ച് ചിന്തിക്കുന്നതായിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥന കൂട്ടായ്മ, ഒരുമിച്ചുള്ള പ്രാർത്ഥന, ദൈവത്തോടുള്ള വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് നാമവും ദൈവവും തമ്മിലുള്ള ബന്ധം പണിതെടുക്കുന്നത്. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, പ്രാർത്ഥന കൂട്ടായ്മയുടെ പ്രാധാന്യം എന്താണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ തക്കണം അങ്ങിടയാക്കിയതിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. God bless you all.